വിശ്വാസത്തിൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമത്യോസിനെ നോക്കി അപ്പോസ്തലനായ പൗലോസ് കൈമാറുന്നൊരു സന്ദേശമുണ്ട്. നിന്റെ അകത്ത് കൈമാറ്റപ്പെട്ട വിശ്വാസം, നിന്റെ ആദ്യ വിശ്വാസം നിന്റെ വല്യമ്മ ലോവീസിലും നിന്റെ അമ്മ ലുനീക്കയിലും ഉണ്ടായിരുന്ന അതേ വിശ്വാസം തന്നെ നിന്നിലുമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ കൈവപ്പിനാൽ നിന്റെ മേൽ വന്നിട്ടുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. വിശ്വാസത്തിൻ്റെ കൈമാറ്റപ്പെടൽ, വിശ്വാസത്തിൻ്റെ പകർച്ച തലമുറകളായി കൈമാറ്റപ്പെടുക എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. ആ വിശ്വാസത്തിൻ്റെ പകർച്ചകൾക്കായിട്ട് നമ്മുടെ തലമുറകളിലേക്ക് വിശ്വാസത്തിൻ്റെ എല്ലാവിധമാകുന്ന വാക്കുകളെ കൈമാറുക എന്നുള്ള ദൗത്യം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറച്ചിരിക്കണം. ആ ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ വിശ്വാസത്തിൽ നിജപുത്രന്മാർ ജനിക്കപ്പെടുവാനിടയായിത്തീരും. അവർ അഭിഷക്തന്മാർക്ക് അനുഗ്രഹമാണ്. അവർ സഭയ്ക്കും ദേശത്തിനും അനുഗ്രഹമായി മാറും. ഈ കാലഘട്ടത്തിൽ തലമുറകൾ അനുഗ്രഹമായി മാറുവാൻ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ തലമുറകളിലേക്ക് നിങ്ങളിൽ ദൈവത്താൽ വെളിപ്പെട്ട വിശ്വാസത്തിൻ്റെ കൈമാറ്റങ്ങൾ നടക്കപ്പെടട്ടെ. ആ വിശ്വാസത്തിൻ്റെ കൈമാറ്റപ്പെടലിനകത്ത് നടക്കുന്നത് വലിയ ഒരു ദൈവപ്രവൃത്തിയാണ്. പകരപ്പെടുന്ന വിശ്വാസത്തിൻ്റെ അകത്ത് വല്യമ്മയിൽ നിന്നും അമ്മയിലേക്കും അമ്മയിൽ നിന്നും കൊച്ചുമകനിലേക്ക് കൈമാറ്റപ്പെട്ട വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പ്രശംസനീയത പൗലോസ് വളരെ വിശദീകരിക്കുകയാണ് അവിടെ. എന്നിട്ട് ആ വിശ്വാസം നിന്റെ അകത്തുണ്ട് എന്ന് ഉറപ്പായും വിശ്വസിച്ചിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തനായിരിക്കുന്ന പൗലോസ്, ആ വിശ്വാസം നിന്റെ അകത്ത് ദൈവപ്രവൃത്തിയായി വെളിപ്പെടും. അത് നിശ്ചയമാണ്. അതൊരിക്കലും നിന്റെ ജീവിതത്തെ തകർക്കുന്നതല്ല, നിന്റെ ജീവിതത്തിനകത്ത് പണിയപ്പെടുന്നതാണ്, അനേകരെ പണിയുന്നതാണ്. ഈ പകലിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പകർച്ചകൾ അടുത്ത ഒരു തലമുറയിലേക്ക് പകരപ്പെടുവാൻ നമ്മുടെ അകത്ത് ആഴമേറിയ വിശ്വാസത്തിൻ്റെ വർധനവുണ്ടാകട്ടെ. ഗാഡ് ബ്ലസ് യു.